ഹൈക്കോടതിയെ സമീപിച്ച് ധനുഷ്, നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയിൽ അനുവാദമില്ലാതെ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ധനുഷ്. അനുമതിയില്ലാതെ നാനും റൌഡിദാൻ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചത് പകർപ്പവകാശ ലംഘനം എന്ന് ധനുഷിന്റെ നിർമ്മാണ കമ്പനി അറിയിക്കുന്നു. നേരത്തെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമയുടെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ആ ഡോക്യുമെന്ററിയുടെ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതലുള്ള പ്രശ്നമാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് അത് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത നടപടികളുമായി ധനുഷ് മുന്നിലേക്ക് നീങ്ങുകയാണല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ ഉൾപ്പെടെ നീക്കം? ഈ ധനുഷും നയൻതാരയും തമ്മിലുള്ള പോര് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നിയമ വ്യവഹാരങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ആഴ്ചയാണ് ഈ നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇരുവരും ഒന്നിച്ച അല്ലെങ്കിൽ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് നയൻതാര അഭിനയിച്ച് ധനുഷ് നിർമ്മിച്ച നാനും റൌഡിദാൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ അതിൽ ഉപയോഗിക്കരുത് എന്ന് കാട്ടി ധനുഷ് നോട്ടീസ് അയച്ചിരുന്നു. അന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധനുഷിന്റെ നോട്ടീസ്. പക്ഷേ ഇതിന്റെ സിനിമയുടെ ആയി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയെ ഇപ്പോൾ ധനുഷ് സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പോര് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ പോയിരുന്നു. പ്രത്യേകിച്ച് നയൻതാരയെ പിന്തുണച്ചും ധനുഷിനെ പിന്തുണച്ചും തമിഴ് സിനിമാ ലോകം അതുപോലെ തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകമൊക്കെ ഒന്നിച്ച് രംഗത്ത് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഇത് കോടതി നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി, പ്രത്യേകിച്ച് ധനുഷ് വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളുമായി നയൻതാര തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്ന കത്തെഴുതി വന്നിരിക്കുന്നു. ഏതായാലും ഇതിപ്പോൾ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത. തീർച്ചയായിട്ടും നയൻതാര ധനുഷ് വിഷയം ഇരുവരും തമ്മിലുള്ള പ്രശ്നം അത് മദ്രാസ് ഹൈക്കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇവിടെ ക്ലിയർ കട്ടായിട്ട് ധനുഷ് പറഞ്ഞത് നോട്ടീസ് വഴി ഇത് എടുത്ത് മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടി ഏർപ്പെടേണ്ടി വരുമെന്ന് ധനുഷ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നയൻതാര അത് മാറ്റാത്ത സ്ഥിതിക്ക് ശരിയാണ് നെറ്റ്ഫ്ലിക്സിന് കൊടുത്തു. പക്ഷെ ആ 3 സെക്കൻഡ് അങ്ങ് എടുത്ത് മാറ്റിയ കാരണം നയൻതാര എന്ത് ബാധിച്ചിട്ടും കാര്യമില്ല. കോപ്പിറൈറ്റ് അവകാശം ധനുഷിന്റെ കയ്യിലാണ്. അയാളുടെ പ്രൊഡ്യൂസറാണ്. ധനുഷിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. നയൻതാര ബാധിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഡയലോഗ് അടിച്ചിട്ട് ഒന്നും കാര്യമില്ല. കാരണം ഇത് നയൻതാര ഈ വീഡിയോ എടുത്തിരിക്കുന്ന പുണ്യപ്രവർത്തിക്കോ അല്ല വീട്ടുകാരെയും നാട്ടുകാരെയും കാണിക്കാൻ വേണ്ടി ചെറിയൊരു കല്യാണ വീഡിയോ ക്രിയേറ്റ് ചെയ്തതല്ല. ഞാൻ നേരത്തെയും വീഡിയോ പോയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് പോലൊരു കുത്തക കമ്പനിക്ക് ലക്ഷങ്ങളല്ല CRകൾക്ക് സെല്ല് ചെയ്തതാണ്. അതുകൊണ്ടല്ല ധനുഷിന് ഇടപെട്ടത്. അല്ല CRകൾക്ക് സെല്ല് ചെയ്യാതെ വെറുതെ തൻ്റെ വീട്ടിൽ പ്ലേ ചെയ്യുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ കസിൻസിന് വേണ്ടി സെൻഡ് ചെയ്യുന്നതിനൊന്നും ധനുഷിന് നോ പറയില്ല. ഇവിടെ ഒരു ബിസിനസ് നടന്നു, ഒരു വലിയ ഡീല് നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റൊരു വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന പകർപ്പവകാശമാണ്. അത് നയൻതാര എന്താ മനസ്സിലാക്കാത്തത് എനിക്കറിയത്തില്ല. അല്ല നയൻതാരയ്ക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്ന ആളുകൾ എന്താണ്, അവരെ തെറ്റായ ഉപദേശം അതിലോട്ട് എത്തിക്കുകയാണ്. അവർക്കറിയാൻ മേലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിയമവിദഗ്ധരൊന്നും ഇല്ലേ? ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എന്താണ് കോപ്പിറൈറ്റ്. ഒരു രാജ്യത്തിന് നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെൻ്റെ പഴയ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. കരിങ്കാളി അല്ലേ എന്നുള്ള മറ്റേ പാസിൻ്റെ ആവേശത്തിൻ്റെ അകത്തുള്ള ഒരു പാട്ടുണ്ടല്ലോ. ആ പാട്ട് കോപ്പിറൈറ്റ് ആ പറഞ്ഞ അതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ പാടിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അവർ യൂസ് ചെയ്ത അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അതും കേസായത്. ഇന്നും പറയുന്നത് നയൻതാരയുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആദ്യമായിട്ട് വരുന്ന ധനുഷിൻ്റെ ഇഷ്യൂ അല്ല. അതിന് മുമ്പ് ഉണ്ടായത്. അതിന് മുമ്പ് വേറെ വല്ല ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. നയൻതാരയ്ക്ക് അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു നിയമോപദേശം കൊടുക്കേണ്ടതാണ്. കാരണം അവർക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. വാശി പിടിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. അവർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നയൻതാര ആ പടത്തിൽ ഫ്രീ ആയിട്ടാണ് അഭിനയിച്ചു കൊടുത്തിരുന്നത് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും പണിയെടുക്കുന്നതിന് പൈസയ്ക്ക് വേണ്ടി. ധനുഷ് പണിയെടുത്തിരിക്കുന്ന സാധനമാണ് നാനും റൌഡിദാൻ. ആ പടത്തിൻ്റെ അകത്തെ ഒരു കണ്ടന്റ് അദ്ദേഹത്തിന്റെ പെർമിഷൻ എല്ലാം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്കത് കൊള്ളും. ചിക്കിരി ആർക്കാ കഴിക്കാത്ത? പണം എല്ലാവരുടെ അവിഭാജ്യ കട. 10 രൂപ 10,000 രൂപ 10 ലക്ഷം ഒക്കെയാണ് ചിലപ്പം ധനുഷ് അങ്ങ് വേണ്ടെന്ന് വെക്കായിരുന്നു. ഇതിപ്പം CR ആണ്. സ്വാഭാവികമായിട്ട് ധനുഷ് കോടതി പോവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.